ഇനി സംസ്ഥാനത്തിലേക്ക് വരുമ്പോഴേക്കും മഴയിലേക്ക് വരികയാണ്. ശക്തമായ മഴയാണ് സംസ്ഥാനത്ത്. ഇന്ന് 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ഈ 3 ജില്ലകളിലാണ്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. മറ്റ് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. പാർവതി, വിശദാംശം. ഹരി, സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. അത് എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലാണ്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലേർട്ടുള്ളത്. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട്. മറ്റ് ജില്ലകളിലും പക്ഷേ മഴ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഈ ആഴ്ച മുഴുവൻ മഴ തുടരും. പക്ഷേ മറ്റന്നാൾ 3 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലേർട്ട്. അതായത് കാലവർഷത്തിന്റെ ശക്തി കുറയുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് മാത്രമാണ് മറ്റന്നാൾ സാധ്യതയുള്ളത്. ഒപ്പം കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്ന് രാത്രി 8:30 മുതൽ നാളെ രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്. ഉയർന്ന തിരമാലകൾ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ തീരത്തേക്ക് അടിക്കാമെന്നും തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നുമാണ് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്. നമുക്കറിയാം, ഇന്നലെ മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ചെറിയ വള്ളങ്ങൾക്ക് മത്സ്യബന്ധനമാകാം. പക്ഷേ ഈ ചെറിയ വള്ളങ്ങളും കടലിൽ പോകരുതെന്നാണ് സമുദ്ര ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കടലിൽ ഇറങ്ങിയുള്ള വിനോദം എന്നിവയും നിരോധിച്ചിരിക്കുന്നുണ്ട്. ഹരി, വ്യക്തമാണ്. അതാണ് നിലവിൽ സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യം. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നിൽക്കുന്ന സാഹചര്യവും കൂടിയാണ് നിലവിൽ കേരളത്തിൽ ഉള്ളത്. പാർവതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.